വയനാടിന്റെ ദീർഘകാലത്തെ ആവശ്യമായ തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ്. ആനങ്കാപൊയിലിൽ നിന്നും ആരംഭിച്ച് കള്ളാടി മേപ്പാടി വരെയുള്ള തുരങ്കപാത വയനാടിന്റെ സമഗ്രമായ വികസനത്തിന് കാരണമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യത്യസ്ത തരത്തിലുള്ള നേട്ടമാണ് വയനാടിനെ സംബന്ധിച്ച് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വരാൻ വേണ്ടി പോകുന്നത്. വയനാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് യാത്രാ പ്രശ്നം. ചുരം ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വയനാടിനെ സംബന്ധിച്ച് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരു പരിധിവരെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. അതോടൊപ്പം തന്നെ വയനാടിന്റെ ടൂറിസം സാധ്യത വലിയ രൂപത്തിൽ വളരുന്ന നിലയാണ് അതിന്റെ ഭാഗമായി വരാൻ വേണ്ടി പോകുന്നത്. വ്യാവസായിക മേഖലയിലെല്ലാമുള്ള വലിയ വളർച്ചയ്ക്ക് കാരണമായി മാറുന്ന നിലയിലേക്കാണ് തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. വനമേഖലയിലൂടെ ഇത്തരം പദ്ധതികൾ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുള്ള ഒട്ടനവധിയായ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവമാണ്. എന്നാൽ അത്തരം പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര അനുമതി ഉൾപ്പെടെ നേടിയെടുക്കാൻ ഇച്ഛാശക്തിയോടുകൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടത്. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തിരുവമ്പാടി MLA ആയിട്ടുള്ള ലിൻഡോ ജോസഫിന്റെയും മുൻകൈ പ്രവർത്തനത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. വയനാട് ഏറെ ആവേശപൂർവ്വവും ആഹ്ലാദപരമായിട്ടാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തെ നോക്കിക്കാണുന്നത്. നാളെ 31-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആനക്കാമ്പൊയിലിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടനത്തിന് വയനാടിന്റെ സാന്നിധ്യമുണ്ടാവും. ഈ ഗവൺമെന്റിനോടുള്ള വയനാടിന്റെ നന്ദിയും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.